ബിഗ് ബോസ് സിജു ജോൺ ഈ അടുത്ത് മൂപ്പരുടെ ഉള്ള മലയാളികളായിരുന്നു മൂപ്പർ 2000 ലാഭിച്ചതിനെ പറ്റിയുള്ള ഒരു വീഡിയോയെ പറ്റി ഉണ്ണി വ്ളോഗ്സ് ഒരു വീഡിയോ ഇട്ടത് ഞാൻ കാണുന്നുണ്ടായി. സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മൂപ്പർ ബൈ ഹാൻഡ്, അതായത് സിജു ജോൺ ബൈ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് വെബ്സൈറ്റിൽ ഒരു ഡിസൈൻ മൂപ്പറുടെ ഫ്രണ്ടിനെ കൊണ്ട് സിജു ജോൺ വാങ്ങിയ ഒരു ഷർട്ടിൽ പെയിന്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ആയിരുന്നു. അതിനെപ്പറ്റി ഉണ്ണി വ്ളോഗ് പറയുന്നൊരു വീഡിയോ ആയിരുന്നു. സോ പേഴ്സണലി മൂപ്പർ ഇത് കൊണ്ട് ആരും ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കിത് ഭയങ്കര കൊണ്ട്. അപ്പോൾ ഒരാൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് മെനക്കെട്ടിരുന്ന് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അവിടെ ടൈമുണ്ട്, എഫേർട്ടുണ്ട്, ടാലൻ്റ് ഉണ്ട്. അതും എത്രയോ വർഷങ്ങൾ കൊണ്ട് അയാൾ ആർജിച്ചെടുത്ത ആ എക്സ്പീരിയൻസിലാണ് അയാൾ ഇത് ഏറ്റവും മനോഹരമായിട്ട് തെറ്റുവരുത്താതെ ചെയ്യുന്നത്. അത്രയും ഒരു മനുഷ്യൻ്റെ എഫേർട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ മിഷൻ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ് കിട്ടും. പക്ഷേ as an artist going through her murals, stencils or whatever I paint, ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഈ സംഭവം. അതായത് ഞാനിപ്പോൾ ആൾക്കാരോട് ഇപ്പോൾ ഞാനൊരു ചെയ്തൊരു വർക്കിന് ഇപ്പോൾ 1000 ആണ് 2000 ആണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ പേഴ്സണലി അവർ ലൈക്ക് ഈസ് എ വർത്തുള്ള കാൽക്കുലേഷൻ റൺ ചെയ്യുന്നത് ഞാൻ കാണാറുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഒരു കുഞ്ഞ് പെയിന്റിങ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പണി ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണലി മണിക്കൂറുകൾ ഒരേ ഇരുത്തത്തിലുള്ള പെയിന്റിങ്, അത് കാരണമുള്ള എൻ്റെ വണ്ടർഫുൾ ആയിട്ടുള്ള ബാക്ക് പെയിൻ, ഇൻട്രിക്കേറ്റ് കുഞ്ഞു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കന്നഡ പണികൾ, ഇനി അതിന് മേലെ ഈ സാധനം പൊട്ടാതെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്, അതിൻ്റെ ഷിപ്പിംഗ്, ഓരോ ഫ്രെയിം സെലക്ട് ചെയ്യൽ, അതിന് വേണ്ടിയിട്ടുള്ള പൊല്ലാപ്പ്, ഇഷ്ടം പോലെ പണിയുണ്ട് ഒരു കുഞ്ഞ് പെയിന്റിങ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫ്ലുവൻസ് 2000 ലാഭിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് ഞങ്ങളുടെയൊക്കെ മനസ്സിലോടുന്ന സാധനം ഒറിജിനാലിറ്റിക്ക് വിലയില്ല എന്നുള്ളതാണ്. ആൻഡ് അത് ഇത്തിരി നല്ലോണം കൊള്ളു. നമ്മളിപ്പോൾ ഒരു ഷർട്ട് ഒരു ഹൈ ആൻഡ് ഫാഷൻ ബ്രാൻഡ് എന്നാ അല്ലെങ്കിൽ ഒരു ഗൂച്ചി, ലൂയി വിത്തോൺ പോലത്തെ ഹൈ ആൻഡ് ഫാഷൻ ബ്രാൻഡ് എന്നാണ് നമ്മൾ വാങ്ങുന്നത് വെച്ചാൽ നമ്മൾ പ്രോബ്ലി അതിന് നമ്മൾ അധികം വില ഇതാക്കാൻ നടക്കാറില്ല. ഏതർ വാങ്ങും അല്ലെങ്കിൽ വില കൂടുതലാണ് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഒരു സ്മോൾ ആർട്ടിസൻ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആളുടെ പ്രൈസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര എൻഡായിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും. ലൈക്ക് ഐ എം നോട്ട് പേഴ്സണലി സേയിങ് ദാറ്റ് അബൌട്ട് എനിവൺ. പക്ഷെ ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും വരുന്നൊരു തോട്ടാണ്. എല്ലാ സമയത്തും സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം വാങ്ങിയിട്ടാവില്ല, ചിലപ്പോൾ അത് റെസ്പെക്റ്റ് മാത്രമായിരിക്കും. നമ്മൾ കാശ് ലാഭം എന്നുള്ളൊരു ലേബൽ ഇങ്ങനത്തെ ഒരു സാധനത്തെ ഇടുമ്പോൾ അതിൽ അയാൾ അത്രയും കാലം ചെലവഴിച്ച സമയമോ അത് പഠിക്കാനുള്ള എഫേർട്ട്, ചെയ്യാനുള്ള എഫേർട്ട് ഒക്കെ സ്കിപ്പാക്കുന്ന പോലെയാണ്. ബിക്കോസ് ഫോർ സം വൺ ദാറ്റ്സ് നോട്ട് ജസ്റ്റ് ദെയർ ലൈവ്ലിഹുഡ്, ഇറ്റ്സ് ദെയർ ലവ് ടു.